അവിടെ ഒറ്റപ്പെട്ട് കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ട അറാബിന്റെ ഉടമയാരാണ്? നബി തങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ടാ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരഞ്ഞിട്ടാ പറഞ്ഞത്. അതിനു മുമ്പ് നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കുകയാണ്, ആഖിറത്തിൽ ജീവിതം സാക്ഷി പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ വൃത്തികെട്ട ശിക്ഷയ്ക്ക് എന്താണ് കാരണമെന്ന് ഞാൻ പറഞ്ഞാൽ, ആ കാരണം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരില്ല എന്ന ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. നബി തങ്ങൾ പറയാണ് ആ ഹദീസ്, ജീവിതം സാക്ഷി പറയുന്ന ലോകത്ത് ഏറ്റവും വൃത്തികെട്ടവരായി, ഏറ്റവും മോശമായ ശിക്ഷ കൊടുക്കുന്നവരായ ഒരു വിഭാഗം, സഹോദരിമാരെ, സഹോദരങ്ങളെ, കൊടുക്കുന്ന അദാബിൽ ഏറ്റവും വൃത്തികെട്ട അദാബ് എന്തൊരു ഭയാനകരമായിരിക്കും. ആ സ്വഭാവം ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളിലുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി അതിന് പരിസമാപ്തി കുറിക്കണം. മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെന്നറിയോ? അത് പറഞ്ഞാൽ ആ സ്വഭാവം എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ മാറ്റാൻ ഒരുക്കമാണ് എന്ന് ഈമാൻ കൽബിന്റെ അകത്തുള്ള സഹോദരങ്ങളൊന്ന് കൈ ഉയർത്തിയേ നോക്കട്ടെ. എത്ര പേരുണ്ട്? കണ്ണൂർ ജില്ലയിലെ എട്ടിക്കുളത്ത് ആരെങ്കിലും പൊക്കുന്ന കണ്ടിട്ടൊന്നും പൊക്കണ്ട, സ്വയം തോന്നിയിട്ട് അങ്ങനെ തന്നെ വെച്ചു. ദുആ ചെയ്യാൻ പോവാണ്, അങ്ങനെ തന്നെ വെച്ചു. അല്ലാഹുവേ, കൈകൾക്ക് നീ ഹൗദുൽ കൗസർ കൊടുക്കണേ അല്ലാ, ഒരു മാറ്റം നീ കൊടുക്കണേ അല്ലാ. ഇനി കണ്ണൂർ ജില്ലയിലെ നൗസാദ് വാക്കവി എപ്പോഴാണെന്നാണ് വരുന്നതെന്നറിയില്ല. പടച്ചവനെ, ഈ കൈകൾക്ക് മുത്ത് റസൂലിന്റെ മുത്തം കൊടുക്കണേ അല്ലാ, മുത്തം കൊടുക്കണേ അല്ലാ, മുത്തം കൊടുക്കണേ അല്ലാ. പറയാൻ പോവാണ്, ഉയർത്തിയും പോയി പടച്ചവനെ. ഇനി പറയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ മലക്കുകൾ കണ്ടു, അള്ളാഹു കണ്ടു, കടല് സാക്ഷി, മണൽത്തരി സാക്ഷി, ഈ എട്ടിക്കുളത്തെ അന്തരീക്ഷം മുഴുവനും സാക്ഷി. ആഖിറത്തിൽ സാക്ഷി പറയും, ആഖിറത്തിൽ സാക്ഷി പറയും. ആർക്കാണ് ഏറ്റവും വൃത്തികെട്ട ശിക്ഷ അള്ളാഹു കൊടുക്കുന്നതെന്ന് മുത്ത റസൂലിന്റെ അതേ ഭാഷ തന്നെ കടമെടുത്തു പറഞ്ഞാൽ, രണ്ടു മുഖത്തിന്റെ ഉടമകളാണ്. രണ്ടു മുഖത്തിന്റെ ഉടമകൾ ആരെന്നറിയോ? അവർ യഅതി ഹൗലാഇ ബിവജ്ഹിൻ വയഅതി ഹൗലാഇ ബിവജ്ഹിൻ. ഒരാളുടെ അടുത്ത് പോയി ഒരു കാര്യം ഒരു രീതിയിൽ പറഞ്ഞിട്ട് മറ്റേയാളുടെ അടുത്ത് പോയി ആ കാര്യം വേറെ രീതിയിൽ പറഞ്ഞിട്ട് പരസ്പരം കുടുംബകലഹവും ഫിത്തിനയും ഏഷണിയും തമ്മിലടിയും ഭിന്നിപ്പും ഉണ്ടാക്കുന്നവരാണ് അവർ. അപ്പൊ നിങ്ങൾ ചിലരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ചില ഉമ്മമാരും ചില ഉപ്പമാരൊക്കെ പരസ്പരം നോക്കുന്നുണ്ടാവും. ചെറിയ കാര്യമല്ല. ആഖിറത്തിലെ ഏറ്റവും വൃത്തികെട്ട ശിക്ഷയെന്നാണ് മുത്ത റസൂല് നാവ് കൊണ്ട് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വൃത്തികെട്ട അദാബ് ഒരു ഫിത്ന. ഇവിടെ പോയിട്ട് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് അതേ കാര്യം മറ്റവന്റെ അടുത്ത് പോയി വേറെ രീതിയിൽ പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്നവരാണ്, ഫിത്നയുണ്ടാക്കുന്നവരാണ്, കുടുംബ കലഹമുണ്ടാക്കുന്നവരാണ്, ഏഷണി കൂട്ടുന്നവരാണ്, ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നവരാണ്, എന്നിട്ട് രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്ത് പരസ്പരം തമ്മിലടിപ്പിക്കുന്നവരാണ്. ഇത് ചെറിയ കാര്യമല്ല, സാരമായ കാര്യമല്ല. ജീവിതത്തിൽ മരിക്കുന്നതുവരെ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യൂല എന്ന് നിങ്ങൾ ഉറപ്പോടുകൂടി ഇൻഷാ അല്ലാഹ് തീരുമാനിക്കണം. മൻകാന ലഹു ലിസാനാനി ഫിദ്ദുനിയാ, അങ്ങനെ ഒരു രണ്ട് നാവ് ദുനിയാവിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കാന ലഹു ലിസാനാനി മിനന്നാർ, അല്ലാഹുവിന്റെ കോടതിയിൽ നരകത്തിന്റെ തീയുടെ വെച്ചു കൊടുക്കുന്നതാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ.